അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്സിങ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളൊരു നമ്പർ ഹരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 3 അക്ക നമ്പർ നമ്മളൊന്ന് ഹരിച്ച് നോക്കുന്ന നമ്പർ സൂട്ടാവുന്ന നമ്പർ ആ ലാസ്റ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ ആദ്യം കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേണ്ടല്ലോ 77 73 ഇത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്പർ സെലക്ട് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 77 73 ഇതിവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് 5000ലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ 33 93 ഇതേവിടെ 33 93 വട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ തലേ ദിവസം അറിയാമല്ലോ അതെ 15 93 49 15 93 49 അതെ 15 49 ഇവിടെ കിടക്കുന്നുണ്ട്. 15 93 പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അതെ ഉണ്ടല്ലേ ഏറ്റവും ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ 71 19 11 13 അതെ 11 13 ഇവിടെ കിടക്കുന്നുണ്ട്. 71 19 ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെന്താണ് എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക 3 6 9ൻ്റെ നമ്പറുകൾ മനസ്സിലായില്ലേ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇതിന് മുന്നേ 3 6 9ൻ്റെ നമ്പറുകൾ ഞാൻ ഒരുപാട് അയച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചെന്നല്ലോ 3 6 9ൻ്റെ നമ്പറുകളിൽ ഒറ്റ സംഖ്യ മാത്രം വരുന്ന നമ്പറാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ 117 31 അതാണല്ലോ 11 13 വന്നത്. 117 അതുപോലെ 177 171 ഇങ്ങനെ ഒറ്റ നമ്പറുകൾ മാത്രം വരുന്ന നമ്പറുകളാണ് നമ്മളിവിടെ തിരഞ്ഞെഴുതി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ ഇത് ഫുള്ള് 5 3 7 3 9 9 ഇങ്ങനെ ഒറ്റ നമ്പറുകൾ. അപ്പോൾ അങ്ങനെ ഒറ്റ നമ്പറുകൾ വരുന്ന 3 6 9ൻ്റെ നമ്പറുകളിൽ തിരഞ്ഞിട്ടാണ് ഞാനത് ഹരിച്ചത്. അതായത് ഈ നമ്പറുകളിലൊക്കെ ഞാൻ 1 മുതൽ 1 കൊണ്ട് ഹരിക്കരുത്, കാരണം എല്ലാ നമ്പറിനും നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2 മുതൽ 9 വരെ ഹരിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് 3 1നെ ഹരിച്ചാൽ അവിടെ 3 മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? 3 1നെ നമ്മൾ ഹരിക്കുമ്പോൾ 3 മാത്രമേ അവിടെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മാത്രം, അതായത് 2 മുതൽ 9 വരെ എല്ലാ നമ്പർ കൊണ്ട് ഹരിച്ചിട്ടും വരാതെ 3 മാത്രം വരുന്ന നമ്പറാണ് ഞാനിവിടെ വട്ടിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ നമ്പർ തന്നെയാണ് കൂടുതലും അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഓർഡർ പ്രകാരം എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ പ്രകാരം നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 11 13 അടിച്ചിട്ടുണ്ടല്ലോ. ആ 11 13 അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ 15 93 അതും ഒരെണ്ണം മാത്രമുള്ള നമ്പറിലേക്കാണ് ഇവിടുന്ന് ചാടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ 11 73 11 79 ഉണ്ട്. അവിടെ 2 എണ്ണം വന്നു. 13 53 13 55 13 59 ഉണ്ട്. അവിടെ 3 എണ്ണം വന്നു. 15 33 15 39 അവിടെ 2 നമ്പർ വന്നു. ആ സമയം ഒരെണ്ണം മാത്രമുള്ള നമ്പർ, അതായത് 159ന് 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 15 93. അപ്പോൾ 11 13 അടിച്ചു, നേരെ ഒരെണ്ണം മാത്രമുള്ളതായിരിക്കാണ് പിന്നെ ചാടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 93 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരെണ്ണം മാത്രമുള്ളൊരു നമ്പർ 17 73 ആണ്. പക്ഷെ അത് വന്നില്ല. നേരെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ നമ്പർ, കാരണം ഇപ്പുറത്തെ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ഒരെണ്ണം മാത്രം ഹരിക്കാവുന്ന 33 93 അടുത്തത് പിറ്റേ ദിവസം വന്നത്. 33 93 വന്നു. അങ്ങനെയാണ് വന്നത്. പിന്നെ 4 9 പിന്നെ ഓൾറെഡി അതിൻ്റെ അന്നത്തെ ദിവസം അവർ കൊണ്ടുവന്നിടുകയും ചെയ്തു. അപ്പോൾ 3 6 9ൻ്റെ നമ്പറുകളിൽ ഒറ്റ നമ്പറുകൾ മാത്രം വരുന്ന രീതിയിലുള്ള നമ്പറാണ്. അത് നിങ്ങൾ ഹരിച്ച് നോക്കുക. ഞാൻ അതിന് മുന്നേയൊക്കെ നിങ്ങൾക്ക് 3 6 9ൻ്റെ നമ്പറുകൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റ നമ്പർ മാത്രം വരുന്ന നമ്പറുകളിൽ ഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈ നമ്പറുകൾ കിട്ടും. അതാണ് ഒരു ഐഡിയ. ഇനി വേറൊരു ഐഡിയ എന്താ സംഭവം, നമുക്ക് നാളേക്ക് ചാൻസ് നോക്കേണ്ട രീതി എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുള്ള 3 6 9 നമ്പർ ഓക്കെ. അതേപോലെ തന്നെ പ്രൈം നമ്പറുകളുണ്ട്, 3 അക്ക പ്രൈം നമ്പറുകൾ. ഞാനിതിന് മുന്നേ 3 അക്ക പ്രൈം നമ്പറുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 3 അക്ക പ്രൈം നമ്പർ ഇതിന് മുന്നേ വീഡിയോസൊക്കെ 3 അക്ക പ്രൈം നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈം നമ്പറുകൾ പോയി നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പ്രൈം നമ്പറുകൾ മിക്കപ്പോഴും വരുമല്ലോ. അപ്പോൾ അതിലൊരു ബ്ലോക്ക് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രൈം നമ്പറിനെ എന്തായാലും ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? കാരണം നമുക്ക് ഇതിൽ 1 കൊണ്ട് മാത്രമേ ഹരിക്കാനും പറ്റുള്ളൂ പ്രൈം നമ്പറിനെ. ബാക്കി 2 മുതൽ 9 വരെ ഏത് സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലും നമുക്ക് പ്രൈം നമ്പറിനെ ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രൈം നമ്പറുകളിൽ ഒരു നമ്പർ അടിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു അടിച്ച നമ്പറിലൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 17 38 എന്ന് പറഞ്ഞൊരു നമ്പർ അടിച്ചിട്ടുണ്ട്. അതായത് 173 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 17 38 അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണത്തിലല്ല, ഞാൻ അന്ന് മുതൽ നോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരാം. 17 38 ഇത് ഇവിടെ നോക്കുക, നിങ്ങൾ 17 38 അടിച്ചിട്ടുണ്ട്. ഈ 17 38 എന്ന് പറയുമ്പോൾ 173 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന 173, അതായത് 3 ഒക്കെ പ്രൈം നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറുകൾ, അതായത് ഈ 738 മാത്രം എടുത്തിട്ട് ഹരിച്ച് നോക്കുക.
മനസ്സിലായ? 738 മാത്രം എടുത്ത് ഹരിച്ച് നോക്കുക. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്പറുകളിൽ 3 നമ്പറുകൾ കൊണ്ട് ഇതിനെ 3 നമ്പറുകൾ കൊണ്ട് ചിലപ്പോൾ 2 നമ്പറുകൾ കൊണ്ടൊക്കെ നമുക്ക് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 1738 അടിച്ച് കഴിഞ്ഞാൽ 738 നമുക്കൊന്ന് ഹരിച്ച് കാണിച്ചു തരാം. അതിൽ കിട്ടുന്ന നമ്പർ എങ്ങനെയാണ് ലാസ്റ്റ് നമ്പർ വരുന്നതെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 1738 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 738 സോറി 738 738. അപ്പോൾ 738 1738 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 738 നമ്മൾ ഹരിക്കുകയാണ്. ഏതൊക്കെ കൊണ്ട് ഹരിക്കാൻ പറ്റും? ഒന്നുകൊണ്ട് എന്തായാലും എല്ലാ നമ്പറും ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് വേണ്ട നമുക്ക്. ഓക്കെ, അവിടെ നമുക്ക് 2-ൽ തുടങ്ങാം. 2 വേണ്ട, 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ഓക്കെയാണ്. അതുപോലെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 ഓക്കെയാണ്. 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല, അവിടെ ഡോട്ട് വന്നു. അപ്പോൾ 2-3 എന്നുള്ളത് നമ്മളവിടെ എഴുതി വയ്ക്കുക. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല, അവിടെ ഒരു പോയിൻ്റ് വന്നിട്ടുണ്ട്. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2, 3, 6. അപ്പോൾ 23, 60 ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടി. 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 8 കൊണ്ടും ഹരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഹരിക്കാൻ പറ്റുന്നത് 9 കൊണ്ടാണ്. അപ്പോൾ 23, 69 എന്നുള്ള നമ്പറാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. പക്ഷേ അവിടെ 23, 69 വരുന്നില്ല. ഈ ലാസ്റ്റ് നമ്പർ 23, 68 ഞാനിവിടെ ഇങ്ങനെ 23, 69 ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ 23, 68 വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ നമ്പറിലും ലാസ്റ്റ് വരുന്ന ഈ 8, ഇതിലിപ്പോൾ 8 ആണെങ്കിൽ ഏതൊക്കെ നമ്പറുകളിൽ നമ്മൾ ലാസ്റ്റ് വരുന്നു ആ നമ്പർ നമുക്ക് ചാൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ 23, 69, 68 നമുക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. അത് ഈ ലാസ്റ്റ് നമ്പർ തന്നെ എടുക്കുക. അത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്തായാലും വന്നിട്ടില്ലെങ്കിലാണ് എന്തായാലും അടുത്ത ആഴ്ച വരുള്ളൂ. 23, 68 എന്ന് പറഞ്ഞ നമ്പറാണ് പിറ്റേ ദിവസം നമുക്കിങ്ങനെ 32, 86 അടിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അക്ഷയ എന്നാണ് ചാൻസ് നോക്കിയത്. കറക്റ്റ് അടുത്ത അക്ഷയയിലേക്കാണ് 23, 68 വന്നടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് 3 നമ്പറാണ്, അതായത് 2, 3, 6 3 നമ്പർ ചാൻസ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ 4 നമ്പർ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 2 നമ്പറൊക്കെ വരികയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നമ്പർ കാണിച്ചില്ല. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള 770, 93 അല്ല 70, 93 എന്ന് പറയുമ്പോൾ 709 ഒരു 3 പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്കതിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. 3 പ്രൈം നമ്പറുകളിൽ 709 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ 709 ഒരു പ്രൈം നമ്പറാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ഹരിക്കാനുള്ള എത്ര 0.93 കൊണ്ട് 0.93 ഹരിച്ച് നോക്കാം നമുക്ക്. അങ്ങനെ പ്രൈം നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ നമ്പർ ഹരിക്കാം. 093 ഹരിക്കണം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ 3 കൊണ്ട് പറ്റുന്നുണ്ട്. അടുത്തത് 4 കൊണ്ട് നോക്കാൻ പറ്റില്ല, 5 കൊണ്ട് നോക്കാൻ പറ്റില്ല, 6 കൊണ്ട് നോക്കാൻ പറ്റില്ല, 7 കൊണ്ട് നോക്കാൻ പറ്റില്ല, 8 കൊണ്ട് നോക്കാൻ പറ്റില്ല, 9 കൊണ്ട് നോക്കാൻ പറ്റില്ല. വെറും 3 മാത്രമാണ് അവിടെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? 3. 3ൻ്റെ അവിടെ നമുക്ക് വീണ്ടും ഒരു 3 ഇടാം. അതായത് 3 മാത്രമല്ല, അപ്പോൾ 3003. അതായത് ഇവിടെ 3 തന്നെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ 3003 നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അതായത് ചാൻസ് നോക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3003 ഇതാണ്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ 3003 അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ പിറ്റേ ദിവസം അടിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച കൊണ്ടുവന്ന ആ ഒരു 3003 വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് പിറ്റേ ദിവസം തന്നെ വരുന്ന വേറൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് 2467 ഈ 2467 എന്ന് പറയുമ്പോൾ 24, 67 ഒരു പ്രൈം നമ്പറാണ്. ചിലപ്പോൾ 4 പ്രൈം നമ്പറുകൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് 4 ഒരു പ്രൈം നമ്പർ, 24, 67 ഒരു പ്രൈം നമ്പറാണ്. ഇതിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഹരിക്കുക? ഈ നമ്പർ കൊണ്ട് ഇതിലെടുക്കേണ്ടത് നമ്മൾ എടുക്കേണ്ടത് എന്താ പറയുക 24, 67. അപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണ്. 246 നമ്മൾ ഹരിക്കേണ്ടത്. 4 പ്രൈം നമ്പർ വന്നാൽ ഇപ്പുറത്തെ നമ്പർ എടുത്തിട്ട് 246 ഹരിക്കുക. അപ്പോൾ 246 ഹരിക്കണം 2 അടിച്ചാൽ ഓക്കെയാണ്. പിന്നെ അവിടെ നോക്കി കഴിഞ്ഞാൽ 3 കൊണ്ടും ഓക്കെയാണ്, 6 കൊണ്ടും ഓക്കെയാണ്. അപ്പോൾ അവിടെയും കിട്ടുന്നത് 2360 ബ്ലോക്ക് തന്നെയാണ്. അവിടെയും 2367 അല്ലെങ്കിൽ 8 തന്നെയാണ് വരിക. കാരണം 8 ഇവിടെ ഓൾറെഡി നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ പോയി. അടുത്ത് നോക്കാം നമുക്ക്. അടുത്തതൊരു ഒരെണ്ണം കൂടിയും പറയാം ഞാൻ. 313 അതായത് ഒരു 3 പ്രൈം നമ്പറാണ്. 313 ഒരു 3 പ്രൈം നമ്പറാണ്. ഇവിടെ ഇത് 313 3 പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ 313 അടിച്ചിട്ടുള്ള നമ്പറിൽ 136 അവിടെ ഇപ്പം തന്നെ നിലത്ത് വേണേ 136 നമുക്കൊന്ന് നോക്കി നോക്കാം. 136 ഹരിക്കണം 2 അവിടെ ഓക്കെയാണ്, 3 ശരിയല്ല, 4 ഓക്കെയാണ്. അപ്പോൾ 24 കണ്ടില്ലേ. അപ്പോൾ നമുക്ക് 24 കിട്ടിയിട്ടുണ്ട്. 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ടും പറ്റില്ല, 8 കൊണ്ടും പറ്റില്ല. 8 കൊണ്ട് പറ്റും. അപ്പോൾ 2480 ഒരു ബ്ലോക്ക് കിട്ടി.
9 കൊണ്ടും പറ്റില്ല വേണ്ട. അപ്പോൾ അവിടെ 2450 ഒരു ബ്ലോക്ക് നമുക്ക് ഇത് 3 പ്രൈം നമ്പറാണ്. അപ്പോൾ 136 നമുക്ക് 3 നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതൊക്കെ നമ്പറുണ്ട്? 2 കൊണ്ട് 4 കൊണ്ട് 8 ഉണ്ട്. അപ്പോൾ അവിടെ പിറ്റേ ദിവസം അടിച്ചിട്ടുള്ളത് 2486 ശരിക്കും വരേണ്ടത്. നോക്കിയേ 2486 എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് നമ്പറാണ് നമ്മളവിടെ കൊണ്ടുവന്നിടാൻ പോകുന്നത് ലാസ്റ്റിലേക്ക്. 2486 പകരം അവിടെ അടിച്ചിട്ടുള്ളത് 2488. ഓക്കെ, അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ 2486 അല്ലെങ്കിൽ 2468 അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 2488 അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ചാൻസ് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? 369 നമ്പറിൽ ഇപ്പോൾ ഒരു പ്രൈം നമ്പർ അല്ലെങ്കിൽ ഒരു 4 പ്രൈം നമ്പർ വന്നാലും ഈ 4 പ്രൈം നമ്പർ വന്നാൽ ഈ ഏറ്റത്തെ നമ്പർ ഹരിക്കുക. 3 പ്രൈം നമ്പർ ഇവിടെ വരികയാണെങ്കിൽ ഈ സൈഡിലുള്ള 3 നമ്പറിനെ ഹരിച്ചെടുക്കുക. മനസ്സിലായില്ലേ? ഈ സൈഡിലുള്ള 3 നമ്പറിനെ ഹരിച്ചെടുക്കുക കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ. അത് ഒരു നമ്പർ ആയാലും 3 മാത്രം കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ 3000 ബ്ലോക്ക്, 4 മാത്രം കൊണ്ട് ഹരിക്കാൻ പറ്റണം 4000 ബ്ലോക്ക്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് നമ്മൾ ഈ 968 ഇപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണെന്ന് വിചാരിക്കുക. പ്രൈം നമ്പറാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ അറ്റത്ത് 958 അപ്പോൾ 58 നമ്മളൊന്ന് ഹരിച്ച് നോക്കി, ചിലപ്പോൾ 45 ആവും കിട്ടുക അല്ലേ? വെറും 45 കിട്ടുകയാണ്. അപ്പോൾ വെറും 45 കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 45 ഇവിടെ 7 കണ്ടില്ല, ആ 7 എടുത്ത് അവിടെ ഇടുക. 4507 അല്ലെങ്കിൽ 4570 ഇങ്ങനെയാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇന്നലെ വരെ അടിച്ചിട്ടുള്ള ഒറ്റ സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ നമുക്ക് ഇതാക്കി തരാം. ഇന്നലെ 1-ാം തീയതിയാണല്ലോ. നമുക്ക് ഇതിൽ നോക്കി നോക്കാം. ഇപ്പോൾ ആകെയുള്ള പ്രൈം നമ്പർ ഇവിടെ 3 പ്രൈം നമ്പർ അടിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ആകെ അടിച്ചിട്ടുള്ള നമ്പർ നോക്കി നോക്കിയാൽ 271 877 മാത്രമേ ഉള്ളൂ. അതെ, 877 ഓക്കെയാണ്. അതുപോലെ 271 മാത്രമാണ് ഇന്നലെ ഈ ഒരു ഭാഗത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് അടിച്ചിട്ടുള്ളത്. നമുക്ക് അതിനെ ഒരു ചാൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഇത് നിങ്ങൾ ചാൻസ് നോക്കേണ്ട രീതിയാണ് പറയണത് കേട്ടോ. ഇപ്പം നമുക്ക് നോക്കാം. 271 ഹരിക്കണം. ഓക്കെ, സോറി 271 അതൊരു പ്രൈം നമ്പറാണ്, അതിനെ ഹരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇപ്പുറത്തെ നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. 711 നോക്കിക്കുക. നമ്മൾ 711 ഹരിക്കണം. 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് മാത്രം പറ്റും. ഓക്കെ, 3 കൊണ്ട് പറ്റും. 4 5 6 7 കൊണ്ട് പറ്റില്ല, 8 കൊണ്ട് പറ്റില്ല, 9 കൊണ്ട് പറ്റും. ഇവിടെ മനസ്സിലായി? 3 കൊണ്ടും 9 കൊണ്ടും മാത്രമാണ് ഇവിടെ അതിനെ ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? 39 നമ്മൾ 0 1 എടുത്തിടുക. 39 2 നമ്പറുള്ള നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ 39 0 1 അല്ലെങ്കിൽ 39 10 നമുക്ക് അവിടെ ചാൻസ് കിട്ടുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ടുള്ള നമ്പർ കണ്ടില്ലേ? 39 10 തന്നെയാണ്. അല്ലെങ്കിൽ 39 01 എന്ന് പറഞ്ഞ നമ്പർ 1039 ആയിട്ടും അടിച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നോക്കി പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിലൊരു ചാൻസ് നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട് 3 പ്രൈം നമ്പറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ 0369 നമ്പറുകളൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്തോ. അതുപോലെ പ്രൈം നമ്പറുകൾ 4 പ്രൈം നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ നമ്പറുകൾ നോട്ട് ചെയ്യുക. 3 പ്രൈം നമ്പറുകൾ ഈ സൈഡിലാണെങ്കിൽ ഇപ്പുറത്തെ നമ്പർ നോട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു നമ്പർ മാത്രം വരുന്നത് ഒറ്റ നമ്പറുകളായിരിക്കും. അതായത് 369 ഒറ്റ നമ്പറായാലും മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള ഒറ്റ നമ്പറുകളായിരിക്കും. തനി ഇവിടെ ഉള്ള ഒറ്റ നമ്പറാണെങ്കിൽ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ എടുത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ നമ്പറുകൾ മാത്രം ഓടിപ്പോയി ഫോട്ടോ എടുത്തിട്ട് ആരും പോയി ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ നിങ്ങൾ ചാൻസ് നോക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കുക. ഇതാണ് സംഭവം. അപ്പോൾ 369 നമ്പറുകളിലും പ്രൈം നമ്പറുകളിലും 3 പ്രൈം നമ്പറായാലും 4 പ്രൈം നമ്പറുകളായാലും 369 നമ്പറായാലും ഒക്കെ നിങ്ങൾ നോക്കിയോ. ഒരു കാര്യം പലതവണ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ട് പോയി കണ്ടിട്ടൊന്നും ഇത് ഒരാൾക്കൊന്നും മനസ്സിലാവില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഹരണം നടക്കുന്ന നമ്പറുകൾ ഒരെണ്ണം മാത്രം ഉള്ള നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെയുള്ള നമ്പറുകൾ തിരിഞ്ഞും തിരിഞ്ഞിട്ടാലും കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇന്നാളെ ഞാനൊരു 8ൻ്റെ മെത്തേഡ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഉലകമെറുക്ക് രാമയ്യ, അതൊരു പടയപ്പയിലൊരു ഭാഷയിലൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഞാൻ ഒരുപാട് തവണ കേട്ട് നോക്കി. അപ്പോൾ 8 ഒരുപാട് പ്രത്യേകത ഉണ്ട് മനസ്സിലായി. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് 8ൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, കിട്ടണം. ഓക്കെ, അടുത്ത വീഡിയോസിൽ കാണാം നമുക്ക്.